This time, Albania! Hello everyone, we are the first day in the Albania and we are here in Tirana, city of Tirana. ഞങ്ങളിവിടെ ഗ്രാൻഡ് പാർക്കും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലേക്കും കാണാനായിട്ട് വന്നതാണ്. തിരാനയിലെ ഏറ്റവും മനോഹരവും സുഖപ്രദവുമായ സ്ഥലമാണ് ഈ ഗ്രാൻഡ് പാർക്ക് ഓഫ് തിരാന. ഈ ആർട്ടിഫിഷ്യൽ ലേക്ക് 1955 നിർമ്മിച്ചതാണ്. എങ്കിൽ ഇത് ആർട്ടിഫിഷ്യൽ ആണെങ്കിലും പ്രകൃതിയുടെ മനോഹരം അതിൽ തികച്ചുമുണ്ട്. ഹലോ, നമ്മളിന്ന് അൽബേനിയയിലെ ഡേ നമ്പർ 2 ആണ്. നമ്മളിന്ന് പോകുന്നത് അൽബേനിയയിലെ അതിസുന്ദരമായുള്ള ഗംഡി മൗണ്ടനും ബൊവില്ല ലേക്കും കാണാനാണ് പോകുന്നത്. തിരാനയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരെയുണ്ട് ഈ സ്ഥലം. ഇതിൻ്റെ ഇങ്ങോട്ടുള്ള ഡ്രൈവ് വളരെ എൻജോയബിളാണ്. ഇച്ചിരി സാഹസികപരമായിട്ടുള്ള ഡ്രൈവാണ്, പക്ഷേ അതിമനോഹരമായുള്ള പാറക്കെട്ടുകളുടെ ഇടയ്ക്കൂടെയുള്ള ഡ്രൈവ് ഇച്ചിരി സാഹസികവും അതുപോലെ തന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഡ്രൈവാണ്. അങ്ങനെ ബൊവില്ല ലേക്കിൻ്റെ അടുത്തെത്തി. ടിറാനയിൽ നിന്ന് ഏകദേശം 1 hour ഡ്രൈവ് ചെയ്താൽ ഇവിടെ എത്താൻ പറ്റും, ബൊവില്ല തടാകം. വൈഫിന് സാഹസികമായ ഡ്രൈവ് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ വണ്ടി ഒതുക്കി. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാം. അങ്ങനെ പാർക്കിങ്ങിന് ചാർജൊന്നുമില്ല. ഞങ്ങൾ ഒരു പാർക്കിംഗ് സ്പേസ് കണ്ട്, ഈ ഡാമിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കിംഗ് സ്പേസ് കണ്ട്. അപ്പോൾ ഇവിടുന്ന് ബാക്കി മുകളിലോട്ട് നടക്കാനായിട്ടാണ് പ്ലാന്. ഈ വണ്ടി നമുക്ക് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോരാം. ഇച്ചിരി കയറ്റവും വളവുമൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ലപോലെ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്ക് കുഴപ്പമില്ലാതെ ഇതിൻ്റെ മുകളിലേക്ക്, ഏറ്റവും മുകളിൽ ഗംടി മൗണ്ടൻ്റെ ഏറ്റവും മുകളിൽ പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ അടുത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് വരെ നമുക്ക് വണ്ടി വരാൻ പറ്റുന്നതാണ്. ഇവിടെയൊക്കെ പാർക്കിങ്ങും ഉണ്ട്. വോളിൻ്റെ അവിടേക്ക് സ്പേസ് നോക്കി നമുക്ക് പാർക്ക് ചെയ്യാം. അതിന് പാർക്കിങ്ങിന് ചാർജൊന്നുമില്ല. ബാക്കി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മുകളിലോട്ടുള്ളത് നടന്ന് തന്നെ കയറണം. പിള്ളേരുമായിട്ട് വരുന്നവർക്ക് ഇത് ഈ ഗംടി മൗണ്ടൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് അത്ര റെക്കമെൻഡ് ചെയ്യുന്നതല്ല. കാരണം അങ്ങോട്ടുള്ള വഴി ഭയങ്കര ഈ കാണുന്ന പോലെ തന്നെ ഇച്ചിരി അഡ്വഞ്ചറാണ്. പിള്ളേർ ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ സെറ്റിൽ ചെയ്ത് വെച്ചിട്ട് മുതിർന്നവർക്ക് വേണമെങ്കിൽ ഈ ഗംടി മൗണ്ടൻ്റെ മുകളിലേക്ക് നടന്ന് കയറാവുന്നതാണ്. ഹൈക്കിങ്, ക്യാമ്പിങ്, ഫോട്ടോഗ്രാഫി ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ അൽബേനിയയിലെ സ്ഥലമാണ് ഈ ഗംടി മൗണ്ടൻ. അൽബേനിയ വരുന്നവർ ഒരു കാരണം വെച്ചാലും ഈ ബൊവില്ല ലേക്കും ഗംടി മൗണ്ടനും മിസ് ചെയ്യരുത്. ഹൈലി റെക്കമെൻഡഡ്. അൽബേനിയയിലെ ഡേ നമ്പർ 3. നമ്മളിന്ന് പോകുന്നത് അൽബേനിയയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ബൊറോട്ടി എന്ന് പറയുന്ന ഒരു ടൗൺ കാണാനായിട്ടാണ്. ബെറത്ത് എന്ന് ഇംഗ്ലീഷിൽ എഴുതുകയും പക്ഷേ അൽബേനിയൻ ലാംഗ്വേജ് അത് ബൊറോട്ടി എന്നാണ്. തിറാനയിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ചെറിയൊരു ബ്രേക്കിന് വേണ്ടി ബെൽഷി ലേക്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ടിറാനയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്കിവിടെ ബെൽഷി ലേക്കിൽ എത്താൻ സാധിക്കുന്നതാണ്. ടിറാനയിലെ ഗ്രാൻഡ് ലേക്ക് പോലെ തന്നെ ഈ ബെൽഷി ലേക്കും ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ഈ ബെൽഷി ലേക്കിൻ്റെ ചെറിയ പാതയിലൂടെ ഈ ലേക്ക് ചുറ്റി കാണുന്നത് അത് വളരെ മനോഹരമായ കാഴ്ചയാണ്. ടിറാനയിൽ നിന്ന് ബെറത്തിലേക്കുള്ള യാത്രയ്ക്കിടയ്ക്ക് ബെൽഷി ലേക്കിലെ വിശ്രമം യാത്ര കൂടുതൽ മനോഹരമാക്കും.
അങ്ങനെ നമ്മളിപ്പം അൽബേനിയയിലെ യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള ബെറാത്തിലെത്തിയേക്കാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ബെറാത്ത് ഡിസ്ട്രിക്റ്റ്. ഇതിനെ 1,00,000 ജനാലകളുടെ നഗരം എന്നും അറിയപ്പെടുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അങ്ങ് മുകളിൽ ബെറാത്ത് കാസിൽ കാണാം, അതുപോലെ തന്നെ ഒസ്നി റിവറും. ബെറാത്തിന്റെ ഹൃദയഭാഗമായി ഈ പ്രദേശത്തെ മംഗലയം ഡിസ്ട്രിക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഒട്ടോമൻ കാലഘട്ടത്തിൽ നിർമ്മിതമായ ഈ പ്രദേശം ആ കാലത്തെ ഇസ്ലാമിക് ഒട്ടോമൻ ശൈലിയിലുള്ള ഭവനങ്ങളാൽ സുന്ദരമാണ്. ഈ മംഗലയം ഡിസ്ട്രിക്റ്റിന്റെ ചരിത്രം 2400 വർഷം പഴക്കമുള്ളതാണ്. ഒട്ടോമൻ ഭരണകാലത്ത് നഗരത്തിലെ മുസ്ലിം സമൂഹം ഈ പാലത്തിന്റെ അക്കരെ താമസിക്കുകയും അതിനെ മുസ്ലിം ടൗൺ എന്നറിയപ്പെടുകയും അതേസമയം നദിയുടെ ഇങ്ങേ ഭാഗം ഗുറീച്ച ടൗണ്, അവിടെ ക്രിസ്ത്യൻസ് താമസിച്ചു വരികയായിരുന്നു. ഇവർ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ഏക പാലമായിരുന്നു ഗുറീച്ച ബ്രിഡ്ജ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ബെറാത്ത് കാസിൽ കാണാനായിട്ട് മുകളിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് നടന്നോ അതോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്തോ ബെറാത്ത് കാസിലേക്ക് പോകാവുന്നതാണ്. കല്ല് മേഞ്ഞ വഴിയിലൂടെയുള്ള ബെറാത്ത് കാസിലേക്കുള്ള വഴി അതിമനോഹരമാണ്. ഈ ബെറാത്ത് കാസിലിൽ നമുക്ക് ഒന്നെങ്കിൽ ഡ്രൈവ് ചെയ്ത് കണ്ടുപോകാം, അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയുള്ള പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങി കാഴ്ചകൾ ആസ്വദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ബെറാത്ത് കാസിലിലേക്ക് നമുക്ക് വേറെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഇന്ന് അൽബേനിയയുടെ ഏറ്റവും ഐതിഹാസിക നഗരങ്ങളിലൊന്നായ ക്രൂയ സന്ദർശിക്കാനാണ് പോകുന്നത്. അൽബേനിയയുടെ ദേശീയ നായകൻ സ്കാൻഡർബെർഗിൻ്റെ ചരിത്രത്തിൻ്റെ ഹൃദയഭാഗം കൂടിയാണ് ക്രൂയ. തിരാനയിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ അകലെയാണ് ഈ നഗരം. അപ്പം നമ്മൾ ക്രൂയയുടെ ഓൾഡ് ബസാർ എന്ന ചരിത്രപ്രസിദ്ധമായ വിപണിയിലെത്തി. 17-ാം നൂറ്റാണ്ടിൽ പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്ന ഈ ബസാർ ഇന്ന് അൽബേനിയൻ പൈതൃകത്തിൻ്റെയും കൈത്തറി വസ്തുക്കളുടെയും ഒരു നേർക്കാഴ്ചയാണ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ക്രൂയ കാസിലാണ്. 5-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കോട്ട അൽബേനിയയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി അറിയപ്പെടുന്നു. 15-ാം നൂറ്റാണ്ടിൽ സ്കാൻഡർബെർഗ് തുർക്കി പട്ടാളത്തിനെതിരെ നടത്തിയ മഹത്തായ പോരാട്ടങ്ങളുടെ സാക്ഷ്യപത്രമാണ് ഈ കാസിൽ. നമ്മൾ സ്കാൻഡർബെർഗ് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. 1982 ഈ മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. സ്കാൻഡർബെർഗ് 25 വർഷം നീണ്ടു നിന്ന യുദ്ധത്തിലൂടെയാണ് തുർക്കി സൈന്യത്തെ പരാജയപ്പെടുത്തിയത്. ഈ മ്യൂസിയത്തിലെ വാളുകളും കവചങ്ങളും പഴയ പുസ്തകങ്ങളും ആ യുദ്ധത്തെ ഇന്നും ഓർമ്മപ്പെടുത്തുന്നു.
ഇനി നമ്മൾ പോകുന്നത് ക്രൂയയിലെ മറ്റൊരു പ്രധാന സ്ഥലമായ സാരി സൽത്തിക്കിൻ്റെ ഗുഹാ ദേവാലയം കാണാനാണ്. ഈ ഗുഹാ ദേവാലയം സ്ഥിതി ചെയ്യുന്ന 1250 മീറ്റർ ഉയരത്തിലാണ്. അങ്ങോട്ടുള്ള യാത്ര വളരെ മനോഹരമാണ്. പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. ചെരുവായ വഴിയിലൂടെ ഡ്രൈവ് ചെയ്യാൻ അറിയുന്നവരെ മാത്രം ഇതിൽ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. സാരി സൽത്തിക്ക് ഒരു പുണ്യസ്ഥലവും ഒരു ആത്മീയ സഞ്ചാര കേന്ദ്രവുമാണ്. ബെക്ടാഷി മതസമ്പ്രദായത്തിലെ വിശുദ്ധനായ സാരി സൽത്തിക് ഷെയ്ഖിൻ്റെ അത്യന്ത വിശുദ്ധമായ ഒരു സ്മാരകമാണിത്. ഇസ്ലാമിക് വിശ്വാസത്തോടൊപ്പം പൈതൃകവും ഇവിടെ സംരക്ഷിച്ചു വരുന്നു. ഇവിടെ നിന്ന് നോക്കിയ അൽബേനിയയുടെ മനോഹരമായ മലനിരകളും ആഴമുള്ള താഴ്വരകളും അതിമനോഹരമായ കാഴ്ചയാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ അൽബേനിയയിലെ 3 ദിവസത്തെ ട്രിപ്പിൽ ഞങ്ങൾ കണ്ടത്. നിങ്ങൾ അൽബേനിയയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ദയവായി കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ പോകാത്ത അൽബേനിയയിലെ മനോഹരമായ സ്ഥലങ്ങൾ നിങ്ങൾ പോയിട്ടുണ്ട്, അതും കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി പോകുന്നവർക്ക് അതൊരു ഉപകാരപ്രദമാവും. താങ്ക് യു.